നമ്മുടെ ഹൃദയത്തിൽ വേദനകളും വാതിലുകൾ തുറക്കാതെ അടഞ്ഞൊക്കെ ഭാരത്തിലിരിക്കുമ്പോൾ, Amen. When we are going through troubles or situations in our life, നിങ്ങളുടെ സഹവിശ്വാസികളുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. you got to sit together and pray with your fellow believers. അതിന് നിങ്ങൾ നിങ്ങളുടെ സഹ വിശ്വാസികളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. You got to have that fellowship with your co-believers. പത്രോസ് ജയിലിന് ഉള്ളിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ Peter was inside the prison. സഭ ഒരുമിച്ച് കൂടിയിരുന്നു. The church came together to pray. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. Amen. The church and the congregation prayed together. ഒരുപക്ഷെ അവർ പോലും വിശ്വസിക്കുന്നില്ലായിരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു. Maybe those who were praying was not having that much faith inside of them. ഇതാ ഇനി വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ But you പോകുന്നു. will see something changing in your life. പ്രാർത്ഥിച്ച വിഷയത്തിന് മേൽ ഉത്തരം കാണുമ്പോൾ നിങ്ങൾ പോലും അന്തിച്ചു പോകും. Amen. When you see the answers coming for your prayers, you will be surprised. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചു വിട്ടു, പക്ഷെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് പോലും You ഉറപ്പില്ലായിരുന്നു. did not even have the confidence that the prayers that you submitted would be answered. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചത് മറ്റൊരു വഴിയായിരുന്നു. Maybe you knew that it would be answered, but you were expecting that would be happening in a different എന്നാൽ way. ഈ വരും ദിവസങ്ങളിൽ പ്രതീക്ഷകളെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങളുടെ അവസ്ഥകളെയും രൂപാന്തരപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യുമത്രേ. Hallelujah. In coming days, your situations, your circumstances will be answered in a different way. Hallelujah. According to the will of the Lord and Holy Spirit. ഹല്ലേലൂയ.